സ്വർണ്ണാഭരണ നിർമ്മാണ വ്യാപാര രംഗത്ത് 65 വർഷത്തെ പാരമ്പര്യമുള്ള പ്രകാശ് ജ്വല്ലറിയുടെ 6ാമത്തെ ഷോറൂം പ്രകാശ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൂത്തുപറമ്പിൽ പ്രവർത്തനം ആരംഭിച്ചു. കെ.പി. മോഹൻ എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. കൂത്തുപറമ്പ് കണ്ണൂർ റോഡിൽ മലബാർ പ്ലാസയിലാണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. പുത്തൻ സംരംഭവുമായിട്ട് ഇവിടെ കൂത്തുപറമ്പ് കണ്ണൂർ റോഡിൽ പ്രകാശ് ജ്വൽ എന്ന പേരിൽ ഒരു പുതിയ കെട്ടിടത്തിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുകയാണ്. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഈ ജ്വല്ലറിക്ക് ഉണ്ടാവണം എന്ന് ആദ്യമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹിക്കുന്നില്ല. വ്യാപാര രംഗത്ത് മികച്ച സേവനം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ സ്വർണത്തിൻ്റെ കട എന്ന് പറയുമ്പോൾ അത് എവിടെയും പത്തരമാറ്റുള്ള കടിയായിട്ട് മാറി കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താനും എല്ലാവർക്കും നല്ല രീതിയിൽ അതിൻ്റെ ഉപകാരം ലഭിക്കാനും സാധിക്കട്ടെ എന്നും. ചടങ്ങിൽ നഗാസ് ആൻറ്റിക് സെക്ഷന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ വി സുജാതയും ഡയമണ്ട് ആൻഡ് 18 കാരറ്റ് സെക്ഷന്റെ ഉദ്ഘാടനം സിനിമാ താരം അപർണദാസും ഡയമണ്ട് എക്സിബിഷന്റെ ഉദ്ഘാടനം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി നിർവഹിച്ചു. ആധികാരികമായി സംസാരിക്കാനൊന്നും അറിയില്ല, പക്ഷെ ഇത്രയും വർഷം പാരമ്പര്യമുള്ള ഒരു ജ്വല്ലറിയുടെ ഇനോഗ്രേഷൻ എന്നെ വിളിച്ചതിലും ഇവിടെ കണ്ണൂർ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫംഗ്ഷന് വരുന്നത്. ഇപ്രാവശ്യം വരുമ്പോൾ കുറച്ചുകൂടെ സന്തോഷമുണ്ട്. കാരണം ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത് ഒരു കണ്ണൂരുകാരനെയാണ്. ഇപ്പം ഞാനൊരു കണ്ണൂരുകാരിയും കൂടെ ആയിരിക്കുകയാണ്. അപ്പം ഇവിടെ ഒരു ഫംഗ്ഷന് വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരും ഈ സ്നേഹത്തോടു കൂടി തന്നെ പുതിയതായി പ്രവർത്തനം ആരംഭിച്ച പ്രകാശ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുപാട് വർഷമായിട്ട് നിങ്ങൾക്കറിയാം, ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടെന്ന് എനിക്കറിയാം. കുറച്ച് ജ്വല്ലറി പീസസ് ഒക്കെ അകത്ത് കയറി നോക്കിയതായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ എന്നെ പോലെയുള്ള ഇപ്പോഴത്തെ ജനറേഷൻസിന് പറ്റിയ കളക്ഷൻസും കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്രയും കാലങ്ങളായിട്ട് വരുന്ന ജ്വല്ലറി ആണെങ്കിലും പുതിയ ഈ പറയുന്ന പോലെ പുതിയ ഇന്നോവേഷൻസിന് അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർ അങ്ങനത്തെ ജ്വല്ലറി പീസസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും പറ്റുന്ന രീതിയിലാണ്. കൊട്ടിയൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ടി നാരായണൻ നായർ, AKGS MA സംസ്ഥാന ട്രഷറർ CV കൃഷ്ണദാസ്, കൂത്തുപറമ്പ് നഗരസഭാ കൗൺസിലർ ലിജി സജേഷ്, മമ്പറം ദിവാകരൻ, M സുകുമാരൻ, PK സതീശൻ, AP പുരുഷോത്തമൻ, N ധനഞ്ജയൻ, K മനോജ് കുമാർ, PC പോക്കുഹാജി, AT അബ്ദുൾ അസീസ്, P പ്രമോദ്, KV രജീഷ്, ശ്രീനിവാസൻ മാറോളി, AO അഹമ്മദ് കുട്ടി, മൊട്ടേമൽ അലി, KS റിയാസ്, EN കരുണാകരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. കാലോചിതമായ മാറ്റങ്ങളോടെയും കാലാനുസൃതമായ ഡിസൈൻ വൈവിധ്യത്തോടെയുമാണ് പ്രകാശ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൂത്തുപറമ്പ് കണ്ണൂർ റോഡിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നതെന്ന് പ്രകാശ് ജ്വല്ലറി പാർട്ട്ണർമാരായ NP പ്രദീപൻ, NP പ്രകാശൻ എന്നിവർ പറഞ്ഞു. പാർട്ട്ണർമാരായ NP ഫൽഗുനൻ, NP പ്രമോദൻ, NP ഷിദിൻ, NP റിതുൽ, NP റിഗുൺ എന്നിവർ സംബന്ധിച്ചു. 1978 അങ്ങനെ ഒരു ജ്വല്ലറിയായി പ്രകാശ് ജ്വല്ലറി എന്ന പേരിൽ സ്ഥാപനം തുടങ്ങുകയും അതിനുശേഷം ഒരു 5 വർഷം കഴിഞ്ഞതിന് ശേഷം മക്കളായ നമ്മൾ 4 പേരും ഈ സ്ഥാപനത്തിൽ വരികയും സ്ഥാപനത്തിൻ്റെ ഈ ഉയർച്ചയിൽ എത്തിക്കുവാൻ വേണ്ടി ശ്രമിച്ചു. ഇപ്പം ഇന്ന് കൂത്തുപറമ്പിൽ 6ാമത്തെ ഷോറൂമാണ് ഇവിടെ ഇപ്പം ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളാണ്. അതായത് നമ്മുടെ ചെയിൻ മാല ഒരു 3600 രൂപ മുതൽ തുടങ്ങുന്ന മാലകൾ ഇവിടെ ലഭ്യമാണ്. അതോടൊപ്പം തന്നെ സ്വാ ഡയമണ്ടിൻ്റെ ഡയമണ്ട് കളക്ഷൻ, ഡയമണ്ടിൻ്റെ എല്ലാവിധ കളക്ഷനും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ ഈ ഒരു സ്ഥാപനത്തിന് ഒരു പാർക്കിംഗ് സൗകര്യം കൂടി ആണ് ഈ സ്ഥാപനം ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. പിന്നെ അവരെ നാഗാസ് ആൻറ്റിക്ക് ഇപ്പോൾ ഉള്ള ഒരു ന്യൂ ജനറേഷൻ്റെ ഭാഗമായിട്ടുള്ള കളക്ഷൻസ് ഒക്കെ നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. കുറഞ്ഞ പണിക്കൂലിയിൽ 6 ഗ്രാം മുതൽ നാഗാസ് കളക്ഷൻസ്,
കാൽപ്പവൻ മുതൽ വെഡ്ഡിംഗ് വളകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ, കുറഞ്ഞ പണിക്കൂലിയിൽ ആന്റിക് ആഭരണങ്ങൾ, 4 പവൻ മുതൽ വെഡ്ഡിംഗ് സെറ്റ്, 2900 മുതൽ ഡയമണ്ട് ആഭരണങ്ങൾ, ജന്മനക്ഷത്ര കല്ലുകൾ പതിപ്പിച്ച ആഭരണങ്ങൾ, 1 ഗ്രാം മുതൽ ആരംഭിക്കുന്ന നവരത്ന റിങ്ങുകൾ, ലൈഫ് സ്റ്റൈൽ ലൈറ്റ് വെയ്റ്റ് ഡെയിലി വിയർ നെക്ലൈസ്, 4900 മുതൽ 18K ഡെയിലി വിയർ ചെയിൻ തുടങ്ങിയവയുടെ വിപുലമായ ശേഖരം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പാട്ടുവണ്ടിയിൽ കൂപ്പൺ നിക്ഷേപിക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുത്ത 3 പേർക്ക് ഡയമണ്ട് മോതിരം സമ്മാനമായി നൽകി. കൂടാതെ ഉദ്ഘാടന ദിവസം പങ്കെടുത്തവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്ത 8 പേർക്ക് സ്വർണ്ണ നാണയവും സമ്മാനമായി നൽകി. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.